നിന്ദിച്ചവരുടെ മധ്യത്തിൽ മുഖം പാടില്ല, ലജ്ജിതനായി തീരില്ല. നിന്ദിച്ചവരുടെ മധ്യത്തിൽ വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടുവാൻ വരെ. വരും കാലമൊക്കെയും എൻ തല ഉയർത്തി നടത്തിടുവാൻ വരെ. ഒരിക്കൽ വായിക്കാം. സങ്കീർത്തനം 46 സങ്കീർത്തനം 7 വാക്യം. സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മേ, ഇപ്പൊ എന്റെ തലക്കെട്ടിങ്ങനെയാണ്, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? വചനം പറയുന്നത് സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. അമ്മേ, എന്റെ ചോദ്യം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? നമുക്ക് നോക്കാം, ചില ഉദാഹരണം നോക്കാം. പഴയ നിയമത്തിൽ ഉൽപ്പത്തി 26 അധ്യായം അതിന്റെ 22 വാക്യം. ഒരു വ്യക്തി അബ്രഹാമിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യമാണ് എഴുതിയിട്ടുണ്ട്. അബ്രഹാം പരദേശിയായി പാർക്കുന്ന സ്ഥലത്തിൽ ഒരു വ്യക്തി കടന്നു വന്ന് പറഞ്ഞ വാക്യമാണ് നമ്മൾ കേട്ടത്. അതും ആരാണ്? അബിമേലെക്ക്. അവന്റെ സേനാധിപതിയായ പീഗോളും അബ്രഹാമിനോട് സംസാരിച്ചത് എന്താണ് സംസാരിച്ചത്? നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആര് പറഞ്ഞ്? അബിമേലെക്ക് എന്ന ഒരു വ്യക്തി അബ്രഹാമിനെ ദൈവം അല്ലെങ്കിൽ ആശീർവദിച്ചത് കൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്ത് അബ്രഹാമിന്റെ അടുക്കൽ വന്ന്, അത് അവന്റെ സേനാധിപതി വന്ന്, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അബ്രഹാം പറഞ്ഞില്ല, ആരാണ് പറഞ്ഞത്? മറ്റു വ്യക്തികൾ അല്ലെങ്കിൽ അബ്രഹാമിനെ കാണുന്ന വ്യക്തികൾ വന്ന് പറഞ്ഞ് ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എന്റെ ചോദ്യം, നമ്മളെ കാണുന്നവർ പറയുന്നുണ്ടോ നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്? നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന തെളിവാണ് മற்றവர்கள் നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത്. എന്നെയും നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു സാക്ഷ്യം കേൾക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ട് ശത്രുവാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തു? അബ്രഹാമിനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ്, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ എന്നോട് സത്യം ചെയ്യണം, നിനക്ക് ഒന്നും സംഭവിക്കരുത്, എന്റെ ജനത്തിനോ എന്റെ കുടുംബത്തിനോ ഒന്നും സംഭവിക്കരുത് എന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുടെ ശത്രുവും എന്ത് ചെയ്യും? സ്നേഹിതരായി മാറും. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശത്രുക്കൾ നമ്മളോട് ഇണങ്ങും, സമാധാനമായിട്ട് കടന്നു വരും. ഇപ്പൊ പറയുക, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാ? അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? എന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ വാക്കിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണോ അവിടൊക്കെ ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ഈ 26-24 വായിക്കാം. ദൈവം ഇസഹാക്കിനോട് പറഞ്ഞ കാര്യം. ഇസഹാക്ക് ഗെറാർ എന്ന ദേശത്തിൽ താമസിച്ചപ്പോൾ അബ്രഹാം കാലത്തിൽ ഒരു ക്ഷാമം വന്നു. ആ ക്ഷാമം പിന്നെ ഇസഹാക്കിന്റെ കാലത്ത് വന്നപ്പോൾ അവൻ വിചാരിച്ച് അപ്പനെ പോലെ തന്നെ മിസ്രൈമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ട് ഇസഹാക്കിനോട് പറഞ്ഞ വാക്കാണ് നമ്മൾ വായിച്ചത്. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവം ആകുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് പറഞ്ഞ? ഈ ക്ഷാമം കണ്ട് നീ ഭയപ്പെടേണ്ട, നീ മിസ്രൈം ദേശത്തോണ്ട് പോകേണ്ട, നീ ഇവിടെ തന്നെ പാർക്കണം. അപ്പോൾ എന്ത് ചെയ്ത്? ഇസഹാക്ക് എന്ത് ചെയ്ത്? അവൻ ആ ദേശത്തിൽ വിതച്ചു. കർത്താവ് എന്ത് ചെയ്ത്? 100 മേനിയായി കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ വാഗ്ദാനം അല്ലെങ്കിൽ പ്രാപിച്ച വ്യക്തി അത് അനുസരിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്ത്?
അത് 100 തവണയായി അനുഗ്രഹിക്കുവാൻ ഇടയായി. ഓക്കെ, എന്റെ ചോദ്യം, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? നാം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ നാം അനുസരിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നന്മകളും അത്ഭുതങ്ങളും ലഭിക്കും. നാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളെ നാം ലംഘിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? അനുഗ്രഹമല്ല, നമ്മുടെ ജീവിതത്തിൽ ശാപങ്ങളാണ്. ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ ഇസഹാക്ക് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടരുത്. അവൻ എന്ത് ചെയ്തു? ക്ഷാമകാലത്തിൽ അവൻ വിതച്ചു. എപ്പോഴാണ്? ക്ഷാമത്തിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ നാളുകൾ കടന്നു വിതച്ചപ്പോൾ ദൈവം പറഞ്ഞത് 100 മേനി അത് ദൈവം അവന്റെ കൂടെ ഉണ്ടെന്ന് തെളിവാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഓർക്കണം, ഞാൻ എവിടെയോ ദൈവത്തിന്റെ വചനത്തെ ലംഘിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിൽ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. നാം ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് നാം മടങ്ങി വന്നാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ദൈവമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നന്മകളോ ദൈവത്തിന്റെ ആശീർവാദങ്ങളോ കാണാൻ കഴിയത്തില്ല. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം, പ്രയാസപ്പെടാം, ഓടാം, പക്ഷെ നിങ്ങളുടെ അധ്വാനം പോലും നിങ്ങളുടെ കരത്തിൽ നിൽക്കത്തില്ല. ദൈവം ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അവൻ നിങ്ങളെ മാനിക്കും, നിങ്ങളെ ഉയർത്തും. അടുത്തൊരു വാക്യങ്ങൾ വായിക്കാം. അതേ ഉൽപ്പത്തി 28 വാക്യം വായിച്ചോ. ഇവിടെ ഒരു അഭിമേയത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവൻ ഗലാദേശത്തിൽ പാർക്കുമ്പോൾ കർത്താവിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ ദേശത്തിന്റെ അല്ലെങ്കിൽ ആ ഫിലിസ്തീൻ രാജാവ് എന്ന് പറയപ്പെട്ട അബീമേലെക്ക് എന്ത് ചെയ്തു? ഇസഹാക്കിനെ അവിടുന്ന് പറഞ്ഞു വിട്ട് അവൻ ഗെറാർ താഴ്വരയിൽ അവൻ താമസിക്കുമ്പോൾ അപ്പോൾ എന്ത് ചെയ്ത്? ഈ അബീമേലെക്ക് ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് പറഞ്ഞ കാര്യമാണ് നമ്മൾ വായിച്ചത്. എന്നാണ് പറഞ്ഞത്? അതിന് അവർ, യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ട്. ആണ് പറഞ്ഞത്. ഫിലിസ്തീൻ രാജാവ് പറഞ്ഞ് ഇസഹാക്കിന്റെ അടുക്കൽ, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ട്. അതുകൊണ്ട് നീ ഇത്രയും നാളുകൾ ഞങ്ങളുടെ ദേശത്തിൽ താമസിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ ജനത്തിനോ എന്റെ മക്കൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്നാൽ വചനം അത്, അവൻ മഹാപ്രതിവനാണ്, ദൈവത്തിന്റെ അനുഗ്രഹത്താൽ വിരുത്തിയാണ്, അബ്രഹാം കാട്ടിലും അവൻ വലുതായി. നമുക്ക് അത് വാക്യം വായിച്ചോ. വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അത് കണ്ടിട്ട് എന്തായി? ആ ദേശത്തെ രാജാവിനെ പറഞ്ഞു അയച്ചു. അവൻ ഗെറാർ താഴ്വരയിൽ താമസിച്ചപ്പോൾ ഇനിയും കർത്താവിനെ അനുഗ്രഹിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് അവൻ പറഞ്ഞ് എന്താണ്? യഹോവ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യ ബന്ധമുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. ആണ് പറയുന്നത്, ആ ദേശത്തിന്റെ രാജ ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് സ്പഷ്ടമായി കണ്ട്. ഞാൻ പറയട്ടെ, നമ്മളെ കാണുന്നവർ നമ്മളെ കുറിച്ച് പറയണം, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. ആ സാക്ഷ്യമാണ് ദൈവത്തിന് പ്രസാദിക്കുന്നത്. കർത്താവ് നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നാം ലോകത്തിൽ അറ്റോളം നാം സാക്ഷികളാകണം. നാം സാക്ഷികളായില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം പരാജയമാണ്. അബ്രഹാമോ ഇസഹാക്കോ തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിട്ടില്ല. ஆனால் ജനം ആ ദേശത്തിന്റെ രാജാവ് കണ്ട് അടുക്കൽ വന്ന് ഇസഹാക്കിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ കാണുന്നവർ ഞാൻ പറയട്ടെ, നമ്മളോട് പറയണം, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നാം കാണിച്ചു കൊടുക്കണം. രണ്ടേ ഉദാഹരണം പറഞ്ഞത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കുള്ള ശത്രുക്കൾ നമുക്ക് സ്നേഹിതരായി മാറുവാൻ കഴിയും. നമുക്ക് അടുത്ത നോക്കാം. യോസേഫിനെ കുറിച്ച് നോക്കാം. 39 അധ്യായം അതിന്റെ 2 വാക്യം വചനം പറയുന്നതാണ്, യഹോവ യോസേഫിനും കൂടെ ഉണ്ടാകുന്നതുകൊണ്ട് അവൻ ദാസനായി മിസ്രൈമിലെ യജമാന്റെ വീട്ടിൽ പാർത്തു. യോസേഫിനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ ഒരു അടിമയായി വിൽക്കപ്പെട്ട് കൊണ്ടുപോയ സ്ഥലത്ത് എന്ത് ചെയ്തു? അവനെ ഒരു മിസ്രൈമിൽ ഒരു പോത്തിഫാറിന്റെ അടുക്കൽ വിൽക്കുവാൻ ഇടയായി. വചനം പതി, ദൈവം യോസേഫിന് കൂടെ
ഉണ്ടായിരുന്നു. അടിമയെ കൊണ്ടുപോകപ്പെട്ട വ്യക്തിയാണ്. അവന്റെ കൂടെ ആളുണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു. യജമാനൻ കണ്ട് എന്താണ് കണ്ടത്? ദൈവം അവന്റെ കൂടെ ഉണ്ട്. അവൻ ചെയ്യുന്നതൊക്കെയും ദൈവം അവനെ സാധിപ്പിക്കുന്നു അവന്റെ യജമാനൻ കണ്ട്. പറയാം, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്തിൽ, നിങ്ങൾ കാണുന്ന യജമാനൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. യൂട്യൂബിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്. എങ്കിലും ഇവിടെ ആരാണ് കണ്ടത്? യോസേപ്പിന് ദൈവം ഉണ്ടായിരുന്നു. പക്ഷേ യോസേപ്പിനെ കണ്ടപ്പോൾ ആ പോത്തിഫാർ എന്താണ് മനസ്സിലാക്കിയത്? ദൈവം അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്തതൊക്കെയും സാധിപ്പിക്കുവാൻ കഴിയുമെന്ന് ആര്? യജമാനൻ കണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടേക്ക് ജോലി പോയാലോ, ഏത് സ്ഥലത്ത് ജോലിക്ക് പോയാലോ അവിടെ നിങ്ങൾ ഒരു ആശീർവാദമായി, അനുഗ്രഹമായി നിങ്ങൾ മാറണം. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി ചെയ്യുന്ന ജോലി അത് അനുഗ്രഹിക്കപ്പെടണം. നിങ്ങൾ പോയി മുഖാന്തരം ആ ഭവനവും അനുഗ്രഹിക്കപ്പെടും. സകല ആ വീട്ടിന്റെ എന്താണ് ഒരു യജമാനനായി അവനെ എല്ലാ കാര്യവിസ്താരനായി ആക്കി കൊണ്ട് വചനം എന്താണ്? യഹോവ യോസേപ്പിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. ഞാൻ മുഖാന്തരം, യോസേപ്പ് മുഖാന്തരം. യജമാൻ കണ്ട് ഇവന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇവന് ചെയ്ത് പോത്തിഫാർ തന്റെ വീട്ടിലെ എല്ലാ കാര്യത്തിന്റെ മേൽ അവനെ അധികാരിയായി ആക്കിയത് കൊണ്ട് കർത്താവ് എന്ത് ചെയ്ത്? ആ പോത്തിഫാറെ അനുഗ്രഹിക്കുവാൻ ഇടയായി. നിങ്ങൾ പോയി സ്ഥലത്തിൽ അല്ലെങ്കിൽ ജോലിക്ക് പോയ സ്ഥലത്തിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ മുഖാന്തരം ദൈവം എന്ത് ചെയ്യും? ആ കമ്പനിയോ അല്ലെങ്കിൽ ആ ഭവനത്തെയോ ദൈവം അനുഗ്രഹിക്കണം. അങ്ങനെ നടന്നില്ലെങ്കിൽ പറയട്ടെ, നമ്മൾ പരാജയമാണ്. നിങ്ങൾ ഏത് ഭവനത്തിൽ ജോലിക്ക് പോയാലോ നിങ്ങൾ മുഖാന്തരം ആ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടാൽ അതിന്റെ സാക്ഷ്യം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അതാണ് ആ തെളിവ്. നിങ്ങൾ മുഖാന്തരം ഒരു അനുഗ്രഹം പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ നിങ്ങൾ പരാജയപ്പെട്ട് ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് അർത്ഥം. യോസേഫിനെ കുറിച്ച് നമ്മൾ കാണുന്നത്, ഇപ്പോൾ പോത്തിഫാർ ഭവനത്തിൽ നിന്ന് അവൻ ഇവിടെ വന്ന് കാരാഗൃഹത്തിൽ എത്തുവാനിടയായി. ഒരു തെറ്റും ചെയ്യാതെ അവൻ ജയിലിൽ വന്നു. വചനം പറഞ്ഞു, എന്നാൽ യഹോവ യോസേഫിന് കൂടെ ഇരുന്നു. ഒരു തെറ്റും ചെയ്യില്ല, ഒരു പാവം ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ശിക്ഷ? ജയിലിൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു പാവം ചെയ്തിട്ടില്ല. നമുക്ക് ശിക്ഷ ലഭിക്കുമെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കും, നാം ദൈവത്തെ ദുഷിക്കും. കർത്താവിന്റെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് എന്നെ അവിടെ ജയിലിൽ ഇട്ടു? കർത്താവ് അറിയാതെ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കർത്താവ് എനിക്ക് ഈ ശിക്ഷ അനുവദിച്ചെന്ന് നാം ദൈവത്തോട് ദേഷ്യപ്പെടും, ദൈവത്തോട് വഴക്കുണ്ടാക്കും. ആണോ? നമ്മൾ മനുഷ്യരാണെങ്കിൽ നാം അങ്ങനെ തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ വചനം പറഞ്ഞത്, അവൻ കാരാഗൃഹത്തിൽ എത്തിയപ്പോൾ എന്നാൽ യഹോവ യോസേഫിന് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവനക്ക് കൃപ നൽകി. കർത്താവ് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അധികാരുടെ കണ്ണുകളിൽ ദൈവം കൃപ നൽകും. മനുഷ്യരുടെ കണ്ണുകളിൽ കർത്താവ് കൃപ നൽകും. നിങ്ങൾ എവിടേക്ക് പോകുന്നുണ്ടോ ഞാൻ പറയട്ടെ, നിങ്ങൾ കാണുന്നവർ നിങ്ങളോട് സോഫ്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ബഹുമാനത്തോട് പെരുമാറും. കർത്താവിന്റെ കൃപ അവിടെ ലഭിക്കും. 22-ാം വാക്യം പറയുന്നത്, കാരാഗൃഹത്തിലെ സകല ബന്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാരാഗൃഹ പ്രമാണി ആരുടെ കയ്യിൽ ഏൽപ്പിച്ച്? യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ച്. അവരുടെ പ്രവൃത്തിയൊക്കെയും അവൻ വിചാരണയായി തീർന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തൊക്കെയും സഫലമാക്കൊണ്ട് അവന്റെ കൈ കീഴിലെ യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. കാരാഗൃഹ പ്രമാണിക്ക് മനസ്സിലായി, യോസേഫിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവമുണ്ടെന്ന് പറഞ്ഞത് സകല അധികാരം അവൻ
ജയിലിൽ അല്ലെങ്കിൽ ജയിൽ കൈദികളെ നോക്കുവാൻ ഇവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവന്റെ കൈ കീഴിൽ യാതൊന്നും കുറിച്ചും അവൻ നോക്കിയിട്ടില്ല. എന്തുകൊണ്ട്? ആ കാരാഗൃഹ പ്രമാണിക്ക് മനസ്സിലായി യോസേപ്പിന്റെ കൂടെ ദൈവമുണ്ട്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ശരിയായി നോക്കും. ആ ആത്മവിശ്വാസം ആർക്കുണ്ടായിരുന്നു? കാരാഗൃഹ പ്രമാണിക്കുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ തെളിവാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് കാരാഗൃഹ പ്രമാണിക്ക് മനസ്സിലായെങ്കിൽ അടുത്തവർക്ക് മനസ്സിലാകും നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് നാം കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ജോലി സ്ഥലത്തിൽ എന്ത് ചെയ്യണം? വിശ്വാസം പുലർത്തണം. നിങ്ങൾ ജോലി സ്ഥലത്തിൽ വിശ്വാസം പുലർത്തിയില്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടും. ചിലപ്പോൾ അല്പകാര്യമായിരിക്കും. ഞാൻ പറയട്ടെ, അത് ചെയ്യരുത്. നിങ്ങൾ ഏത് ഭവനമായിട്ട് ഏത് ജോലി സ്ഥലത്തായിരുന്നാലും നിങ്ങൾ വിശ്വാസത്തെ പുലർത്തണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങൾ അവിടെ ദൈവത്തെ പ്രതിഫലിക്കണം. നാം ദൈവത്തെ പ്രതിഫലിക്കാൻ മറന്നാൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെയും മറക്കും. ദൈവം നമ്മളെ മറന്നാൽ പിന്നെ നമ്മുടെ ജീവിതം അധോഗതിയാണ്. ഇവിടെ കാരാഗൃഹ പ്രമാണി ഇത് ചെയ്ത് യോസേപ്പിനെ കണ്ടപ്പോൾ ദൈവം അവന്റെ കൂടെ ഉണ്ട് എന്നാണ്. അവന്റെ കയ്യിൽ എല്ലാം ഏൽപ്പിച്ച് അതിനെ കുറിച്ച് അവനക്ക് ടെൻഷൻ ഇല്ല. യോസേപ്പിന്റെ ജീവിതം അത്രയ്ക്ക് വിശ്വാസമുള്ള ജീവിതമായിരുന്നു. അടുത്ത നമുക്ക് നോക്കാം. അതേ ഉൽപ്പത്തി 41 അധ്യായം അതിന്റെ 38 വാക്യം. ഉൽപ്പത്തി 41:38. ഇവിടെ ഫറവോൻ ഇത് ചെയ്ത് അവൻ ഒരു സ്വപ്നം കണ്ട് ആ സ്വപ്നം ആർക്കും വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം യോസേപ്പിനെ ഫറവോന്റെ അടുക്കൽ കൊണ്ടുവന്ന് എത്തിച്ചു. യോസേപ്പ് എന്ത് ചെയ്ത് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് അത് എന്ത് ചെയ്യണമെന്ന് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും യോസേപ്പ് പറയുവാൻ ഇടയായി. പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്ത്, യോസേപ്പെ, നിങ്ങൾ ഒരു മേൽ വിചാരണ നിങ്ങൾ കണ്ടെത്തണം, ഇന്ന പ്രകാരം നിങ്ങൾ ചെയ്യണം. ഈ 7 സംവത്സരം കൊണ്ട് കർത്താവ് ദേശത്തെ അനുഗ്രഹിക്കാൻ പോണ്. അതുകൊണ്ട് സമ്പത്ത് വലുതാണ്, അത് ശരിയായിട്ട് നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് സകലതും അവൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഫറവോൻ തന്റെ പിതൃന്മാരോട് പറഞ്ഞ വാക്കാണ് നാം ഇപ്പോൾ വായിച്ചത്. വായിച്ചോ ഒരു കൂടെ 38 വാക്യം. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവ് വാഗ്ദാനം ചെയ്തിട്ട് എന്താണ്? അന്ത്യകാലത്തിൽ എന്റെ ആത്മാവിനെ പകരും. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പ്രാപിച്ച വ്യക്തികളാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താണ്? യോസേപ്പിന്റെ കാലത്തിൽ അങ്ങനെ ഒന്നുമില്ല. ஆனால் പോത്തിഫാർ പറഞ്ഞ് ദൈവാത്മാവുള്ള മനുഷ്യൻ ഇവനെ പോലെ കണ്ട് കിട്ടുമോ? ദൈവം അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവാണ് അവനക്ക് വെളിപ്പെടുത്തിയത്. പിന്നെ ദൈവത്തിന്റെ ആത്മാ പ്രാപിച്ച നാനും നിങ്ങളും എങ്ങനെയാണ്? നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളെ കാണുന്നത് പറയുന്നുണ്ടോ ഇവൻ ദൈവത്തിന്റെ ആത്മാവുള്ള മനുഷ്യൻ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരു പരാജയമാണ്. പറയണം മക്കളെ, ദൈവമക്കളെ, നമ്മളെ കുറിച്ച് ആൾക്കാർ പറയണം ഇവൻ ദൈവാത്മാവുള്ള മനുഷ്യൻ എന്ന് പറയണം. പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവത്തെ അറിഞ്ഞിട്ടോ ഇത്ര വർഷങ്ങൾ പള്ളിയിൽ വന്നിട്ടോ കാര്യമില്ല. നാം ഇന്നും ലോക മനുഷ്യരെപ്പോൾ ജീവിക്കുമെങ്കിൽ നമ്മൾ ഒരു പരാജയമാണ്. ദൈവം വിളിച്ചത് നാം ലോക മനുഷ്യരെപ്പോൾ ജീവിക്കാനല്ല, ദൈവത്തിന്റെ ആത്മാവായി. ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിച്ച് വേർപ്പെടുത്തിയത് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാനായി. അതായത് നമ്മൾ തന്നെ സമർപ്പിക്കാം. അടുത്ത വാക്യം വായിച്ചു, 39 വാക്യം. ഇവിടെ ഫറവോൻ എന്താണ് പറഞ്ഞത്? ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുത്തത് നിനക്കാണ്. നിന്നെപ്പോൾ വിവേകമും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. മിസ്രൈം ദേശത്തിന്റെ രാജാവാണ് ഫറവോൻ. അവൻ പറയണ്ടേ നിന്നെ പോലെ വിവേകവും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല.
അതിനർത്ഥം തന്നെ തന്നെ താഴ്ത്തി അവൻ പറഞ്ഞ വാക്കാണ്. മിസ്രൈം ദേശത്തിന്റെ രാജാവാണ് പറഞ്ഞത്, നിന്നെ പോലെ ജ്ഞാനവും വിവേകമുള്ളവൻ ഒരുത്തനുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത്, നീ ഈ ദേശത്തിന്റെ മേൽ അധികാരി ആക്കി. നീ പറയാതെ മിസ്രൈം ജനം കയ്യും കാലും അണങ്ങാൻ പാടില്ല. അവൻ മിസ്രൈം ദേശത്തിന്റെ എന്താ പറയാ തളപതിയായി അല്ലെങ്കിൽ മാറുവാൻ ഇടയായി. ഞാൻ പറഞ്ഞത്, ദൈവം യോസേപ്പിന്റെ കൂടെ ആയിരുന്നത്. യോസേപ്പിനെ വിറ്റു, തൊണ്ട സ്വന്തം സഹോദരന്മാർ വിറ്റു, പക്ഷെ ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. യജമാനൻ കണ്ട് ഇവന്റെ കൂടെ ആരുണ്ട്, ദൈവമുണ്ട് എന്ന്. അടുത്തത് കാരാഗൃഹത്തിൽ കൊണ്ടുപോയാക്കി, ഒരു തെറ്റും ചെയ്യാതെ. അവിടെയും കാരാഗൃഹ പ്രമാണി കണ്ട് അവന്റെ കൂടെ ദൈവമുണ്ട് എന്ന്. അവസാനം എന്ത് ചെയ്ത്, ഫറവോൻ കണ്ട് ഇവൻ ദൈവാത്മാവുള്ള മനുഷ്യൻ എന്ന് ഫറവോൻ കണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ കൂടെ ദൈവമുണ്ടെങ്കിൽ നമ്മൾ ഏത് മേഖലയിൽ ആയിരുന്നാലും നമ്മളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഭൂമി, ഈ ലോകം നമ്മളെ താഴ്ത്തുവാൻ നോക്കുമ്പോൾ ദൈവം നമ്മളെ ഉയർത്തുവാൻ നോക്കും. അതാണ് വ്യത്യാസം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോകത്തോട് നമ്മൾ അനുരൂപമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കാൻ പ്രാപിക്കാൻ കഴിയുന്നില്ല. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നാം എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതങ്ങളെ തെളിച്ച് കാണിക്കണം. അത് ഒറ്റ വഴിയേ ഉള്ളൂ, കർത്താവിന്റെ വചനത്തെ നാം പ്രമാണിച്ച് നടക്കണം.